കൈരളി ടൊയോട്ടയുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറുകൾ വന്നപ്പോൾ ഹൈ റൈഡറിന് അത്യാവശ്യം നല്ല ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹൈ റൈഡറിൻ്റെ നിയോ ഡ്രൈവ് വേരിയൻറ്റുകൾക്ക് 72,600 രൂപ വരെയും ഹൈബ്രിഡ് വേരിയൻറ്റുകൾക്ക് 88,000 രൂപ വരെയും ഓഫറുകൾ അവൈലബിൾ ആണ്. അഡീഷണലി നിങ്ങൾക്ക് ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അത് ടൊയോട്ടയുടെ വാഹനമാണെങ്കിൽ 50,000 രൂപ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടും നോൺ ടൊയോട്ട വാഹനമാണെങ്കിൽ 30,000 രൂപ വരെ അഡീഷണൽ ഓഫറുകളും അവൈലബിൾ ആണ്. ഇത് ഹൈ റൈഡറിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആണ്. ഹൈ റൈഡറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയൻറ്റും സെക്കൻഡ് വേരിയൻ്റ് ആണ്. കാരണം സെക്കൻഡ് വേരിയന്റിൽ തന്നെ നമുക്ക് ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് കളർ കിട്ടുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയന്റിൽ നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്, പക്ഷേ ബേസ് വേരിയന്റിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ റൈഡിനുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് സെക്കൻഡ് വേരിയന്റ് തൊട്ട് ഈ ഹൈബ്രിഡ് കിട്ടുന്നത്. അപ്പോൾ ഈ ഹൈബ്രിഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, നിയോ ഡ്രൈവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്, ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ റൈഡർ എസ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഈ സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ടോപ്പ് ആൻഡ് 2 വേരിയൻറ്റുകൾ മാത്രമേ ബ്ലാക്ക് കളർ വരുന്നുള്ളൂ. ഇത് ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. നോൺ ഹൈബ്രിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് വേരിയൻറ്റിൽ എക്സ്റ്റീരിയറിൽ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. അപ്പോൾ നിങ്ങളൊരു നോൺ ഹൈബ്രിഡ് അല്ലെങ്കിൽ നിയോ ഡ്രൈവ് ഉള്ള വാഹനം മേടിക്കാനാണ് എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിരിക്കും വാല്യൂ ഫോർ മണി. അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണം, ഹൈബ്രിഡ് വേണമെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് വേരിയൻ്റെങ്കിലും മിനിമം എടുക്കേണ്ടി വരും. ഹൈ റൈഡറിൻ്റെ ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് LED DRL കൊടുത്തിരിക്കുന്നു. അത് 10 ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലൂടെ നടുക്കൊരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമ്മളുടെ ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു ചെറിയൊരു കാർബൺ ഫൈബർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു പാറ്റേണാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട്. 210 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സെഗ്മെന്റ് ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. അതൊരു 215/60/17 ആണ് ടയർ സൈസ് വരുന്നത്. ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം ടയറുകളാണ്. അപ്പോൾ നമുക്ക് അലോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ വേരിയൻറ്റിൽ നമുക്കൊരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. അതിപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സാണ്. നമുക്ക് ഗ്ലാസ് കാര്യങ്ങളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിലില്ല. നമുക്ക് ബാക്കിലൊരു ഷാർപ്പിൻ ആൻറ്റിന കാണാം. കീലെസ് എൻട്രി ബേസ് വേരിയൻറ്റ് തൊട്ടേ അവൈലബിൾ ആണ്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വശങ്ങളിൽ കൊടുത്തിട്ടില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റായിട്ട് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇല്ല. ബേസ് വേരിയൻറ്റിലും സെക്കൻഡ് വേരിയൻറ്റിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഇവിടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിൽ വൈപ്പർ വരുന്നില്ല. ഡീഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരു വലിയ സിൽവർ ഫിനിഷിൻ്റെ നടുക്കായിട്ട് ടൊയോട്ടയുടെ ലോഗോ വരുന്നു. ഈ വാഹനത്തിൽ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ റൈഡറിൻ്റെ ബാഡ്ജിങ്, ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുൾ LED ടൈലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴെയായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതിന് താഴെ റിവേഴ്സ് ലൈറ്റ്, താഴെ റിഫ്ലക്ടർ, ഇതെല്ലാം ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിലും ആ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. ഹൈബ്രിഡ് വേരിയൻറ്റിന് 275 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും നമ്മുടെ നിയോ ഡ്രൈവ് നോൺ ഹൈബ്രിഡ് വേരിയൻറ്റിന് 375 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് വരുന്നത്. നമുക്ക് ഈ സെക്കൻഡ് വേരിയൻറ്റിൽ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. നമുക്ക് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് ബൂട്ട് സ്പേസ് കൂട്ടാനായിട്ടുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. അത് ബേസ് വേരിയൻറ്റോട്ട് വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് നിയോ ഡ്രൈവ് ആകുമ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി അധികം ബൂട്ട് സ്പേസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് വേരിയൻറ്റിൽ സ്പെയർ വീല് കൊടുത്തിരിക്കുന്ന വാഹനത്തിൻ്റെ താഴെയായിട്ടും നിയോ ഡ്രൈവ് വാഹനത്തിന് നമ്മുടെ ബൂട്ടിലുമായിട്ടാണ് അതിൻ്റെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റിക്കർ സെൻസർ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. നമ്മുടെ ഹൈബ്രിഡും നോൺ ഹൈബ്രിഡും വാഹനം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, നമ്മളിപ്പോൾ ഈ ഹൈബ്രിഡ് വേരിയൻറ്റിൽ ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് എങ്കിൽ നിയോ ഡ്രൈവ് എസ് വേരിയൻറ്റിൽ ഫുൾ ബ്ലാക്ക് കളറിലായിരിക്കും ഇൻറ്റീരിയർ വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു ഡാർക്ക് ബ്രൗൺ
ആൻഡ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതിവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ വരുന്നു. ഇവിടെ ഉള്ള സിൽവർ ഫിനിഷ് കാണാം. ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതിൽ ഡ്രൈവർ സീറ്റിൻ്റെ ഒരു ഫാബ്രിക്കും ആ ഒരു ഡാർക്ക് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളറായി കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ആയിട്ട് പുഷ് ബട്ടൺ സ്റ്റാറിൻ്റെ ബട്ടൺ കാണാം. അതിനകത്ത് ആ ഒരു ഹൈബ്രിഡ് ആയതുകൊണ്ട് ബ്ലൂ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് നമുക്കിവിടെ താഴെയായിട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയൻ്റ് ഡെഡിക്കേറ്റഡ് ആയ ഡെഡ് പെഡലും കാണാവുന്നതാണ്. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഉള്ള ഡിഫറൻസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമ്മുടെ ഹൈബ്രിഡും നിയോ ഡ്രൈവായിട്ടുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ഇന്റീരിയറിലാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റിയ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. നമ്മുടെ ഹൈബ്രിഡ് വേരിയന്റിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് കിട്ടുക. നിയോ ഡ്രൈവിൽ നമ്മുടെ ബേസ് വേരിയന്റിലൊക്കെ കാണുന്ന രീതിയിൽ ഹാഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ലുക്കും ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്നു. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ടഡ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നുമല്ല. അതിനകത്ത് കൺട്രോളുകളിൽ നിയോ ഡ്രൈവായിട്ട് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും ഈ വലതുവശത്ത് താഴെ കാണുന്നത് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് തന്നെയാണ്. താഴെയായിട്ട് നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നു. നിയോ ഡ്രൈവിൽ ക്രൂസ് കൺട്രോളും മറ്റ് ഓപ്ഷൻസും വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും സ്റ്റിയറിംഗ് വീലിൽ വരുന്നില്ല. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിൽ ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ EV മോഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ EV മോഡിൽ റെഡി ടു ഡ്രൈവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നു. EV ഇക്കോ, അങ്ങനെ ഒത്തിരി അധികം ഓപ്ഷൻസ് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഇതിനകത്ത് ഇപ്പോൾ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 22-23 എന്താണെങ്കിലും ഹൈബ്രിഡിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാരുതിയുടെ ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ ഒരു 7 ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം വേണ്ട മറ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. 4 സ്പീക്കറോടൊരു മ്യൂസിക് സിസ്റ്റമാണ്. USB കണക്ട് ചെയ്ത് മ്യൂസിക്കും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും 20 ലക്ഷം രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു വാഹനത്തിൽ ആകെ ഒരു കുറവായിട്ട് എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഈ ഒരു മ്യൂസിക് സിസ്റ്റം മാത്രമാണ്. ഇതൊരു നമ്മുടെ 9 ഇഞ്ചിൻ്റെ സിസ്റ്റമെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസലൈറ്റിൻ്റെ ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കിവിടെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാനായിട്ട് പറ്റും. ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് ആണ്, വയർലെസ് ചാർജിങ് കൊടുത്തിട്ടില്ല. ഇത് നമ്മുടെ ഹൈബ്രിഡ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. അതിൽ ECVT ഗിയർ ബോക്സ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് 2 ബട്ടണുകൾ EV മോഡും ഡ്രൈവ് മോഡും 2 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഡ്രൈവ് മോഡുകൾ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പവർ മോഡ്, ഈക്കോ മോഡ് 2 ഡ്രൈവ് മോഡുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിന് ടോപ്പിലെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല കംഫോർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിലെ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലൈറ്റ് ഹാലജൻ ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് മിററോട് കൂടിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കണ്ട സൺവൈസേഴ്സ്, പിന്നെ സെൻട്രൽ IRVMs, അങ്ങനെ അത്യാവശ്യം വേണ്ട ഈ ലുക്ക് ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ബേസ് വേരിയന്റിലും അവൈലബിൾ ആണ്. ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെയെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ കൺട്രോൾ, സ്പീക്കറുകളിൽ ബാക്കിലെ യാത്രക്കാർക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ നമുക്ക് 2 ചാർജിംഗ് പോർട്ടുകൾ കാണാം. ഒരു USB ചാർജിംഗ് പോർട്ടും ഒരു Type C ചാർജിംഗ് പോർട്ടും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാം. ഈ സീറ്റ് മാക്സിമം ബാക്കിലേക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം വരുന്നുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. അറൌണ്ട് 10-12 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. നമുക്കൊരു സെൻറ്റർ പാസഞ്ചർ ഇല്ല എങ്കിൽ നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കാണാം. 2 വശത്തും നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. ഹൈ റൈഡറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS,
CBD, ട്രാക്ഷൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഹൈറൈഡറിൻ്റെ ബേസ് വേരിയൻറ്റോട്ട് ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ് വേരിയൻറ്റിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് വേരിയൻറ്റ് നമുക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആണ്. നമ്മുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ വിത്ത് സ്മാർട്ട് ഹൈബ്രിഡ്, അതിൻ്റെ കൂടെ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, പിന്നെ നമ്മളുടെ ഈ ഹൈബ്രിഡ് എഞ്ചിൻ വിത്ത് ECVT. ഈ വാഹനങ്ങളുടെ മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയോ ഡ്രൈവിന് ഏകദേശം 20 കിലോമീറ്ററൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 15-നും 16-നും ഇടയ്ക്ക് മൈലേജ് ലഭിക്കുന്നുണ്ട്. ഹൈബ്രിഡിന് കമ്പനി 28 ക്ലെയിം ചെയ്യുമ്പോൾ ആവറേജ് 24-25 മൈലേജ് റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹൈറൈഡർ എടുക്കുമ്പോൾ ഒരു ടൊയോട്ടയുടെ പഴയ വാഹനമായിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1,30,000 രൂപയുടെ അടുത്ത് ഓഫറുകൾ അവൈലബിൾ ആണ്. ഇനി ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിന് 13,75,000 രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് 13 ലക്ഷം രൂപയുടെ അടുത്തിന് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് 72,000 രൂപ ഓഫറുള്ള എല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഏകദേശം 13 ലക്ഷം രൂപയ്ക്ക് ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാം. സെക്കൻഡ് വേരിയന്റ് എസ് വേരിയന്റിന്റെ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 15,75,000 ആയിരുന്നു. ഇപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. അതിൻ്റെ CVT ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 16,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈബ്രിഡ് വേരിയൻ്റ് ആയിരുന്നെങ്കിൽ ഇതിന് 20,65,000 രൂപയുടെ അടുത്തങ്ങാണ്ടായിരുന്നു ഓൺ റോഡ് പ്രൈസ്. ഇപ്പോൾ എല്ലാ ഓഫറുകളും കഴിഞ്ഞ് 19,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഹൈബ്രിഡ് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീവ് പ്രൈസാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ഇത്ര ഓഫറുകളൊന്നും വരുന്നില്ല. എന്നാലും ഇപ്പോൾ ഹൈറൈഡറിന് പലരും കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും ഇതിൻ്റെ പ്രൈസ് കൂടുതലാണെന്നുള്ളതാണ്. ചില ആളുകൾക്ക് ബ്ലാക്ക് കളർ വേണം, ഡിസൈൻ ഇഷ്ടമുള്ള ആൾക്കാർ ഹൈറൈഡറിലേക്ക് വന്നിരുന്നു. എന്നാലും ഇതിൻ്റെ ബേസ് വേരിയൻ്റാണ് കൂടുതൽ വന്നിരുന്നത്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ആണെങ്കിലും ഗ്രാൻഡ് വിറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൈരളി ടൊയോട്ട ഹൈറൈഡറിന് മാത്രമല്ല ടൈസറിനും ഗ്ലാൻസൊക്കെ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൈസറിൻ്റെ ഡീറ്റെയിൽഡ് ഓഫർ വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ ഈ എസ് വേരിയന്റിന്റെ ആക്സസറീസ് ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല റീച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആക്സസറീസിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. അതുപോലെ ഗ്ലാൻസയുടെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാൻസൊക്കെ ഏകദേശം 73,000 രൂപ വരെ ഓഫറുകൾ ഈ സീസണിൽ അവൈലബിൾ ആണ്. ടൈസറിന്റെ ഓഫറിലേക്ക് വന്ന ടൈസറിന്റെ നോൺ ടർബോ വേരിയന്റുകൾക്ക് 57,500 രൂപ വരെയും ടർബോ വേരിയന്റുകൾക്ക് 71,000 രൂപ വരെ ഓഫറുകളും കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ടൊയോട്ട വാഹനങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ അഡീഷണൽ ഓഫറും നോൺ ടൊയോട്ട വാഹനങ്ങളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 30,000 രൂപയുടെ ഓഫറുകളും അവൈലബിൾ ആണ്. അപ്പോൾ ടൊയോട്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. കൈരളി ടൊയോട്ട എറണാകുളത്തെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.